ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് നമ്മുടെ ഗ്രാമത്തിലുള്ള എപ്പോഴും പോകുന്ന വഴിയിലുള്ള ഒരു പുളിയമാവാണ്. അതായത് പുളിച്ച് നിന്ന ശേഷം നല്ല മധുരമായി ഉള്ള ഒരു മാവ്. അത് ഈ വർഷം നല്ല രീതിയിൽ കായ്ച്ചു. അത് ഞാൻ പോകുമ്പോൾ വഴിപോക്കുന്നവർ അത് പൊറുക്കിയെടുക്കുകയാണ്. ഞാനും അതിൻ്റെ കൂടെ പൊറുക്കി. അപ്പോൾ ഈ മാങ്ങ വേണമെന്ന് എന്നോട് ബിജു പറഞ്ഞിരുന്നു. ബിജു എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ, ഏഷ്യയിലെയും ഏറ്റവും വലിയ യൂട്യൂബറായ ബിജു. അവനെന്തോ ചെറിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനും കുറച്ച് അവന് വേണ്ടി പൊറുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങ തന്നെയാണ് ഈ പുളിയമാവും. അല്ലാത്തതും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളെ ഗ്രാമങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള മാവുകൾ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ്. ഈ വർഷം ഇത് നല്ല രീതിയിൽ കായ്ച്ച് ആ ഭാഗത്തെ എല്ലാ കുട്ടികൾക്കും വഴിപോക്കർക്കും എല്ലാം ഒരു വലിയ ഒരു നമ്മളെ നൊസ്റ്റാൾജിക്, നമ്മുടെ ബാല്യകാലത്തിലേക്കുള്ള ഒരു മാങ്ങ പൊറുക്കുക, മാങ്ങ കയറിയുക എന്നുള്ള ആ ഒരു ഫീലോടുകൂടി നമുക്കിത് ഇതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് തോന്നി. അത് ബിജു കൂടെ എത്തി. ബിജു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബിജുവിന് വേണ്ടി പൊറുക്കാൻ വേണ്ടി ആ സമയത്ത് തന്നെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഇതിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ വീണ് മാങ്ങയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മാവുകൾ ഈ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ബസ്സിന് സൈഡ് ഉണ്ടാവില്ലേ? എടാ ബസ്സിന് സൈഡില്ലേ? നമ്മളെ നാട്ടിലെ ഒരു മാവുണ്ടേ. നമ്മളെ നാട് പറഞ്ഞാൽ നമ്മളെ വീട് കുറച്ച് കിടന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ ഇപ്പുറത്ത് മാവുണ്ട്. ഇവിടെ പുളിയ മാങ്ങ ഇപ്പം പിടിച്ച് മാങ്ങിയുണ്ട്. ഇവിടെ ഫുൾ പോയിട്ട് വീട്ടിൽ അങ്ങനെ ഒരു സഞ്ചില വീട്ടിലേക്ക് പൊറുക്കിരുന്നടാ. കുഞ്ഞി പഞ്ചസാര വാങ്ങിയാട്ടാ. വളരെ നൊസ്റ്റാൾജിക്. എത്രയോ കൊല്ലം കടിക്കുന്നില്ല. ഇത് വീട്ടിൽ കൊണ്ട് പോയി നമുക്ക് ഒരുമിച്ച് വീട്ടിൽ എല്ലാവരും കടിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കടിക്കുന്നില്ല. ഇത് ഒരു സംഭവം. ഈ സാധനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നും കാണാനില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇവനെ വിളിച്ച് ഇവൻ ഓടി വന്ന്. ഈ മാങ്ങ ഇല്ല. കുറ്റിയാട്ടൂർ മാങ്ങ നിങ്ങൾ എല്ലാരും കേൾക്കുന്നതായിരിക്കും. വളരെ ഫേമസ് ആയതാ പഞ്ചാര. ഇത് തിന്നാലില്ലേ മണം തന്നല്ല അസാധ്യമാണ്. ഇത് ബീർക്കാച്ചി, അതായത് മൂക്കുന്നതിന് മുമ്പേ ചള്ളായ സാധനം. ഇത് പൗത്തോ നമ്മൾ പോയി നോക്കും, പക്ഷേ പൗക്കൂല. ഇത് വീണിട്ട് കിട്ടും. നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറയാം, നമ്മള് പൊറുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഈ പൊറുക്കിട്ടതിനെ വീണ്ടും പൊറുക്കുക, അങ്ങനെ മാനസിക തളരും. ശരിക്കും പറഞ്ഞാൽ ഈ പൊറുക്കിയതല്ല ഒരു സ്ഥലത്ത് കൂട്ടിട്ട് പിന്നെ ഒഞ്ഞു കിട്ടും. പക്ഷെ നമ്മള് ചെയ്യില്ല. അതല്ല, കാറ്റ് വരുമ്പോ ഓടലാണ്. കാറ്റ് വരുമ്പോ ഓരോന്ന് മാങ്ങ വീഴുന്ന സമയത്ത് ഓടിയിട്ട് മത്സരം. അതല്ലേ അപൂർവതയിലേക്ക് പോകുന്നത്. ഇതാണ് ഇപ്പൊ കുറച്ച് അങ്ങോട്ട് നോക്കിയട്ടെ. എന്റെ മോനെ, എന്റെ ഒരു മണം എന്ന് പറഞ്ഞല്ല ഒരു അസാധ്യ മണാണേ. ഇത് ഒരു കാര്യമില്ലട്ടാ. ഇവൻ തെച്ചു വെള്ളർക്കി പകുതി ഞാനും. ഓക്കെ, ഒരു മാങ്ങയെങ്കിലും നിങ്ങൾക്ക് എറിഞ്ഞിടാൻ പറ്റുമോ ചേച്ചാ? ഇങ്ങനെ വേണ്ട. അല്ല, കൂടുതൽ വണ്ടിക്കില്ല നീ പറഞ്ഞാൽ മതി. ഫുള്ള് ഇവിടെ പ്രതിവാടിനോട് വൈകുന്നേരം ആകുമ്പോ കേക്ക്. സുഹൃത്തുക്കളെ, ഇതും നമ്മുടെ വീടിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ, നമ്മുടെ ടാർ റോഡിനടുത്തായിട്ടുള്ള നമ്മുടെ ഗ്രാമത്തിൽ ഉള്ള ഒരു നല്ലൊരു മധുരമുള്ള മാങ്ങയാണ്. പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കാരണവർ വെച്ച മാങ്ങ നമ്മൾക്ക് പറിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് പറയാം. കാരണം ആ മാവ് ഇവിടെ നിലനിന്നത് കൊണ്ടാണ്. കാരണം ഈ വർഷം ഉണ്ടായി, അടുത്ത വർഷം ഉണ്ടാവില്ല, അതിന് അപ്പുറത്തെ വർഷം ഉണ്ടാവും. അത്രക്കും മധുരമുള്ള ഒരു മാങ്ങയാണ് ഇത്. നമ്മുടെ സുഹൃത്തുക്കൾ GI പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ് ഇത് പറിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് രാത്രി വീണ് കഴിഞ്ഞാൽ വണ്ടി പോയിട്ട് നമുക്ക് കിട്ടാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇത് ശ്രുതിയും മനോജും ശ്രേയസും ഹരീഷും കൂടിയിട്ട് അത് വെൽഡ് ചെയ്തിട്ട് പറിക്കാനുള്ള ഒരു ഇതിലാണ്. കാരണം കിട്ടാത്തൊരു ഇതുണ്ട്.
അപ്പോൾ എല്ലാവർക്കും കുറച്ച് മാങ്ങ കിട്ടുകയും ചെയ്യും. പച്ച മാങ്ങയും അതിൽ പിന്നെ ഇതിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ സായിജ് വന്നു. സായിജ് അത് ഓടി കിട്ടൂല എന്ന രീതിയിൽ പൊറുക്കിയെടുക്കുന്ന ഇതാണ്. കാരണം അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലെ ആ ഗൃഹാതുരത, കാരണം ഇന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ടൗണുകളിലും മറ്റും ചെക്കറിയവർ അനുഭവിച്ച ആ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് ഉണ്ടാവും എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടി ഇതും കൂടി ആഡ് ചെയ്തത്. അപ്പോൾ അത്രക്കും മധുരമുള്ള ഒരു മാങ്ങയാണിത്. പോകുന്ന വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം, അവർക്കും ആ ഒരു ഫീല് നമുക്ക് മനസ്സിലായി. കാരണം അവർക്കും മാങ്ങ വേണമെന്നുള്ള ആ ഒരു ഇതുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് പറിച്ചത്. കാരണം അവിടെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് നമുക്കത് പറിക്കാൻ പറ്റിയത്. കാരണം ലൈനുള്ളതുകൊണ്ട് നമുക്ക് മേലെ കയറി പറിക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വാഹനങ്ങൾക്ക് സൈഡാക്കി അവർക്ക് വേണം എന്നുള്ള ഒരു ഇത് തോന്നി. അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് നമ്മൾ മാങ്ങ കൊടുത്തു. ആ മാങ്ങ കിട്ടുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു മനസ്സിൽ ആ ഒരു, അതായത് കുട്ടിക്കാലത്തുള്ള ആ ഒരു ചിന്ത എന്തോ എന്നറിയില്ല, ഒരു വലിയൊരു ഗൃഹാതുരത വണ്ടിയിലുള്ള എല്ലാവർക്കും കൊടുത്തു. കാരണം അത്രയ്ക്കും നാച്ചുറലായ ഒരു സാധനം നമുക്ക് ഈ പ്രകൃതി തരുന്ന ഏറ്റവും വലിയ അനുഭൂതി. അപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ തന്നെ അത് വലിയ ഒരു സന്തോഷമായി. അങ്ങനെ കുറച്ച് പേർക്ക് നമ്മളത് കൊടുത്തു. ഈ ആണ് നമുക്ക് പറിച്ചപ്പോൾ കിട്ടിയ മാങ്ങ. ഇത് എല്ലാവർക്കും വീട്ടിലേക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു മധുരം, ആ ഒരു ഫീല്. കാരണം മാങ്ങ കൂട്ടമായിരുന്നു കഴിക്കുക, അതിൻ്റെ മാങ്ങ കൊരട്ട, അങ്ങനെ കുറേ സംഭവങ്ങൾ കുട്ടിക്കാലത്തിൽ കുറേ ഇതുണ്ട്. നിങ്ങൾ ഇത് അനുഭവിച്ചവർക്ക് അത് ആ ഫീല് തിരിയും. ഈ നമ്മളെ മാങ്ങ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ മണ്ടക്ക് പോയി നോക്കും, അതിന് പോയി എറിയും, അതിൽ നിന്ന് കിട്ടുന്ന മാങ്ങ അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ അത് നമ്മളെ ഇതിനോട് ചേർന്നിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു മാങ്ങയുടെ പ്രത്യേകത നമുക്ക് അത്രയ്ക്കും പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത വർഷം ഉണ്ടാവില്ല, ഇനി അപ്പുറത്തെ വർഷം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.